ഗുരു, ഈ മനോഹാരിത അഭൗമം തന്നെയാണ്. ഇതാണോ സ്വർഗലോകം? കാളിദാസൻ വെറുതെ ചോദിച്ചു. ഇത് സ്വർഗലോകമല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, പരമപദത്തിലേക്കുള്ള വഴി. ഇനിയും യാത്ര ചെയ്താൽ അങ്ങു ദൂരെ മാനസ സരസിനപ്പുറം ശിവലോകത്താണ് എത്തുക. മഹാദേവൻ ശിവന്റെ കൈലാസത്തിൽ. പക്ഷേ അവിടേക്ക് സാധാരണ മനുഷ്യർക്ക് പ്രവേശനമില്ല. ഇനി അഥവാ ഭൂതഗണങ്ങളുടെ കൃപയാൽ ശിവലോകത്തേക്ക് കടക്കാനായാൽ അങ്ങനെ പോകുന്ന ആരും തിരിച്ചെത്താറുമില്ല. അവിടേക്കുള്ള വഴിയിൽ എത്രയോ അത്ഭുതങ്ങൾ ഇനിയും നമ്മെ കാത്തിരിക്കുന്നു, ഒരു സന്യാസി പറഞ്ഞു. അധികം വൈകാതെ അവർ ഒരു ഗുഹാമുഖത്തെത്തി. നമുക്കിവിടെ വിശ്രമിക്കാം, ആരോ പറഞ്ഞു. സൂര്യൻ ഹിമശൃംഗങ്ങൾക്കപ്പുറത്ത് മറയാൻ തുടങ്ങിയിരിക്കുന്നു. ചുറ്റുപാടുകളുടെ നിറം മാറുന്നത് കാളിദാസന് അനിർവചനീയമായ അനുഭവമായി. പ്രകൃതിയുടെ മനോഹാരിത ഒന്നാകെ അവിടെ സമ്മേളിച്ചിരിക്കുന്നു. ഇതിലും മനോഹരമായ സ്ഥലം ഉണ്ടാകില്ല. പക്ഷേ രാത്രിയിൽ ഇതിലും വലിയ അത്ഭുതമാണ് കാളിദാസനെ കാത്തിരുന്നത്. സൂര്യൻ അസ്തമിച്ച് ഇരുൾ പരക്കും മുമ്പ് പുതിയ ഒരു പ്രഭ അവിടെ വ്യാപിക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു. ചന്ദ്രോദയത്തിൻ്റെ മനോഹാരിത കണ്ടപ്പോൾ അതുവരെ കണ്ടതിനേക്കാൾ വളരെയേറെ മനോഹരമായ വർണ്ണവിരുന്ന് കാളിദാസൻ കണ്ടു. സംഘത്തിലുണ്ടായവർ ശിവകീർത്തനങ്ങൾ ആലപിച്ച് പ്രാർത്ഥന തുടങ്ങിയിരുന്നു. കാളിദാസനെ മറ്റൊരത്ഭുതവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മേഘങ്ങൾ ചന്ദ്രബിംബത്തെ മറച്ചപ്പോഴാണ് അതിവ്യക്തമായി ദൃശ്യമായത്. തങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് ചില ചെടികൾ പ്രകാശമാനമായിരിക്കുന്നു. അവയ്ക്ക് എങ്ങനെ പ്രകാശം പൊഴിക്കാനാകുന്നു എന്ന് ആശ്ചര്യം തോന്നി. അവ അന്ധകാരത്തിന് ശോഭയേറുന്നതാണോ, നറുനിലാവിന് അലങ്കാരമാകുകയാണോ എന്ന് സംശയം. ഈ ചെടികൾ രാത്രിയിൽ വിളക്കുകളായി ഉപയോഗിക്കാം. എണ്ണയുടെയും തിരിയുടെയും അഗ്നിയുടെയും ആവശ്യമില്ല. പക്ഷേ സാധാരണ ചുറ്റുപാടിൽ ഇവ വളരുമോ എന്ന് സംശയമാണ്. ഇവ ഹിമവൃതമായ ഈ ദേവാത്മാവിൻ്റെ മാത്രം സമ്പാദ്യമാണ്. ഹിമാലയത്തിൻ്റെ വൈശിഷ്ട്യം ഇങ്ങനെ അത്ഭുതങ്ങളുടെ ലോകം എന്ന നിലയിലാണ് ഋഷിമാർ വിശദീകരിച്ചത്. ഇത് സാധാരണ ലോകമല്ല എന്ന് വ്യക്തമായിരിക്കുന്നു. അവിശ്വസനീയമായ അത്ഭുതങ്ങളുടെ ലോകം. കണ്ടറിഞ്ഞാൽ പോലും സ്വപ്നലോകത്താണോ എന്ന് സംശയിച്ചു പോകുന്ന ദൃശ്യങ്ങൾ. പ്രഭാതത്തിൽ സൂര്യകിരണങ്ങൾ മാമലകളിൽ തട്ടിത്തിളങ്ങാൻ തുടങ്ങിയപ്പോൾ തങ്ങൾ വിശ്രമിച്ചിരുന്നതുപോലെയുള്ള ഗുഹകൾക്കുള്ളിൽ അന്ധകാരം അഭയം തേടിയിരുന്നു. ചീറിയടിച്ച മഞ്ഞുകാറ്റിൽ തങ്ങൾ അഭയം തേടിയ ഗുഹ പോലും തകർന്നു പോകുമെന്ന് കാളിദാസൻ സംശയിച്ചു. ഇന്നലെ കണ്ട മരങ്ങളും ചെടികളുമെല്ലാം മഞ്ഞിൽ മൂടിയിരിക്കുന്നു. മനോഹരമായ നാദവീചികൾക്കു പകരം രോക്ഷം പൂണ്ട വനരാജൻ്റെ ഗർജനം പോലെ ഭീകരമായ ശബ്ദങ്ങൾ മുഴങ്ങി പ്രതിധ്വനിച്ചു. ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത വിധം ഹിമം മൂടിയ ചുറ്റുപാടുകളാണ് കാണാനായത്. മൃത്യുവിൻ്റെ ഗഹ്വരങ്ങൾ തങ്ങൾക്കായി ഏതു നിമിഷവും തുറക്കപ്പെടാം എന്ന് തോന്നിക്കുന്ന ഉത്തുംഗ ശൃംഗങ്ങളുടെ മുകളിൽ കൂടിയുള്ള യാത്രയിൽ പലപ്പോഴും മൂർച്ചയേറിയ ഹിമപാളികളിൽ തട്ടി കാൽ മുറിഞ്ഞു. അല്പം അശ്രദ്ധയുണ്ടായാൽ, കാൽ വഴുതിയാൽ ഹിമനിരകൾക്കടിയിൽ നിത്യവിശ്രമം. ആകാശത്തിൻ്റെ മുകളിലെത്തി കഴിഞ്ഞുവെന്ന് തോന്നിക്കുന്ന വിധം ഉയരത്തിലാണ് എത്തിയിരിക്കുന്നത്. കൊടിമുടികൾക്കും താഴെ മേഘമാലകൾ പാറി നടക്കുന്നു. താഴ്വരകളിൽ അവ നീർപ്പൊഴിക്കുമ്പോൾ ഇവിടെ മലമുകളിൽ സൂര്യരശ്മികൾ ആസ്വദിച്ചു നിൽക്കാനാകുന്നു. താൻ ആകാശത്തെ പറവകൾക്ക് പോലും എത്താത്ത ഉയരത്തിലെത്തിയിരിക്കുന്നു. നമഃശിവായ. നമഃശിവായ മന്ത്രം ഒന്നു മാത്രമാണ് തങ്ങൾക്ക് ശക്തി നൽകുന്നത്. പലപ്പോഴും ഹിമനിരകളുടെ ഏതോ രംഗവേദിയിൽ ശിവതാണ്ഡവം അരങ്ങേറുന്നുണ്ടെന്ന് അനുഭവപ്പെട്ടു. മാമലകൾ തകർന്നു വീഴുന്നത് പോലെയുള്ള ധ്വനികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ശാലിഭദ്രൻ പറഞ്ഞു. കാളിദാസ, ഈ മഹാമേരു രാത്രിയിൽ പ്രഭ ചൊരിയുകയും പകൽ സ്വർഗതുല്യം ദൃശ്യവിരുന്നൊരുക്കുകയും ചെയ്യും. രത്നങ്ങളുടെ അക്ഷയഖനിയാണ്. പ്രകൃതിയുടെ അമൃതകുംഭമാണിതെന്ന് പറയാം. മഹാദിവ്യങ്ങളായ മൃതസഞ്ജീവനികളായ ഔഷധങ്ങൾ ഇവിടെ വളർന്നു. ചില കാലത്തും ചില സമയത്തും മാത്രം മഞ്ഞിൻ്റെ ഗർഭത്തിൽ നിന്നും തലയുയർത്തി അവ സൂര്യചന്ദ്രന്മാരെ ദർശിക്കുന്നു. കാളിദാസൻ സാഗൂതം അദ്ദേഹത്തെ നോക്കി. ഗുരു, ഈ ഔഷധങ്ങളെ, അവയുടെ രോഗഹാര ശക്തിയെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? കൊടും വിഷം വഹിക്കുന്ന ചെടികളും പ്രകൃതിയിലുണ്ടാകാമല്ലോ. കുമാര, ഈ ഹൈമവത ഭൂമിയെ സ്വന്തം നിവാസസ്ഥാനമാക്കിയ എത്രയോ തപസ്സുകളുണ്ട്. നമ്മുടെ ഈ യാത്രാപഥത്തിനപ്പുറം നമുക്ക് സങ്കല്പിക്കാൻ പോലും ആകാത്ത അഗാധതയിലും ഉത്തുംഗതയിലും വിഹരിക്കുന്ന തപസ്സുകൾ. അവരെ കൂടാതെ ഹിമവാന്റെ സന്താനങ്ങൾ. ഇതൊരു തപോവനമാണ് കാളിദാസ. പഞ്ഞി പോലെ പാറി നടക്കുന്ന ഹിമശകലങ്ങളുടെയും മഹാഹിമാനികളുടെയും ഭൂമി.
ഇവിടെ യുഗങ്ങളുടെ തപസ്യയിലൂടെ പ്രകൃതിയുടെ ഓരോ കണത്തിൻ്റെയും അത്ഭുതകരമായ ശക്തികളെ തിരിച്ചറിയുന്നവർ, ശിവചൈതന്യത്തിൻ്റെ ദിവ്യാനുഭൂതിയിൽ സകല ലോകമംഗളത്തിനായി തപം ചെയ്യുന്നവർ, അവർ പ്രകൃതിയിലെ ഓരോ ജീവചൈതന്യത്തിലും കുടികൊള്ളുന്ന കഴിവുകളെ തിരിച്ചറിയുന്നു. ലോകോപകാരാർത്ഥം ഭൂർജപത്രങ്ങളിൽ അവയുടെ വൈശിഷ്ട്യം അവർ രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഇങ്ങനെ അത്ഭുതങ്ങളുടെയും അവിശ്വസനീയതയുടെയും ദിനങ്ങളും ദൃശ്യങ്ങളും പിന്നിട്ട് ഒരു കൊടുമുടിക്ക് മുകളിലെത്തി സംഘം നിന്നു. തങ്ങൾ മാനസസരസിൻ്റെ അടുത്തെത്തിയെന്ന് ഋഷിമാർ കാളിദാസന് പറഞ്ഞുകൊടുത്തു. തുടർന്ന് നടന്ന് മാനസസരസിൻ്റെ തീരത്തെത്തിയപ്പോൾ കാളിദാസൻ്റെ മനം നിറഞ്ഞു. നീലിമയാർന്ന ജലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന കമലപുഷ്പങ്ങൾ, അവയ്ക്കിടയിൽ നീന്തിത്തുടിക്കുന്ന രാജഹംസങ്ങൾ, ദൂരെ ദൂരെ ഉയർന്നു നിൽക്കുന്ന ഹിമഗിരികൾ, മാനസസരസിനപ്പുറം ഉയർന്നു നിൽക്കുന്ന കൊടുമുടി കാണിച്ചുകൊണ്ട് സന്യാസിമാരിൽ ആരോ പറഞ്ഞു, അങ്ങു ദൂരെ അതാ അവിടെയാണ് മഹാദേവൻ, ശിവൻ്റെ കൈലാസം. ഇനിയുള്ള പാതകളിൽ മഹാദേവൻ്റെ ഭൂതഗണങ്ങൾ കാവലിരിക്കുന്നു. ശിവഗേഹത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല. അങ്ങകലെ അതിവിശിഷ്ടമായ കാഴ്ച, സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു. ഉയർന്നു നിൽക്കുന്ന കൊടുമുടി, സ്വർണാഭയാർന്ന ചന്ദ്രക്കല, കൈലാസത്തിനപ്പുറത്ത് ചതുർത്ഥിയിലെ ചന്ദ്രക്കല പോലെ ഇവിടെ നിലാവ് പരത്തുന്നു. ചന്ദ്രികയിൽ മുങ്ങിയ കൈലാസ ശൈലത്തിൻ്റെ ദർശനം ജന്മജന്മാന്തരങ്ങളിലെ പുണ്യമാണ് സാധ്യമാകുക എന്നാണ് ഈ സന്യാസിമാർ പറഞ്ഞത്. അത് ശരിയാണ്. അനുഭവിച്ചറിയുകയാണ് താൻ